നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് അതിൻ്റെ 5ാമത്തെ കളിയിലെങ്കിലും ഒരു പോയിൻ്റ് നേടിയിരിക്കുന്നു. ആശ്വാസകരമാണ്. മലയാളി താരം മുഹമ്മദ് അജ്സൽ ഗോളടിച്ചത് സന്തോഷകരമാണ്. മലയാളിയായ എബിൻ ദാസ് തന്നെയാണ് അതിന് കാരണക്കാരനായത് എന്നതിൽ സന്തോഷമുണ്ട്. ഇതൊക്കെ ഞാൻ പറയുന്നതല്ല, IM വിജയൻ, നമ്മുടെ വിഖ്യാത മലയാളി ഫുട്ബോളർ, ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം IM വിജയൻ പറയുന്നതാണ്. IM വിജയൻ മലയാള മനോരമയിൽ സ്ഥിരമായി കോളം എഴുതുന്നുണ്ട്. ഓരോ കളി കഴിയുമ്പോൾ, ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കഴിയുമ്പോഴും മലയാള മനോരമ പത്രത്തിൽ ഒരു കോളം എഴുതുന്നുണ്ട്. അതിൽ പറഞ്ഞതാണ്, എബിൻ ദാസും മുഹമ്മദ് അജ്സലും ഒക്കെ നന്നായി കളിക്കുന്നതിൽ സന്തോഷമുണ്ട്, ഒരു പോയിൻ്റ് കിട്ടിയതിൽ ആശ്വാസകരമാണ്. അതും കൊൽക്കത്തയിൽ പോയി ഈസ്റ്റ് ബംഗാളിനെ പോലെ ശക്തരായ ഒരു ടീമിനെ സമനിലയിൽ തളച്ചിട്ടു എന്നത് ചെറിയ കാര്യമേ അല്ല എന്ന് IM വിജയൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ആണെന്നിരിക്കെ ചില പാളിച്ചകൾ, ചിലതല്ല നല്ല പാളിച്ചകളുണ്ടെന്ന് വിജയൻ പറയുന്നു. അതിൽ പ്രധാനമായിട്ടും വിജയൻ പറയുന്ന ഒരു കാര്യം, ഈ വിദേശ താരങ്ങളെ കളിപ്പിക്കുന്നതിൽ ഇത്തവണ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് കാണിച്ചിട്ടുള്ള മണ്ടത്തരങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിനെതിരായ കളിയിൽ സ്റ്റാർട്ടിംഗ് 11-ൽ 2 വിദേശ താരങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വിദേശ താരങ്ങളെയൊക്കെ കൊടുന്ന് ബെഞ്ചിലിരുത്തിയിട്ട് എന്താണ് കാര്യം? അപ്പോൾ അത്രയും പ്ലേയിങ് 11-ൽ കളിക്കാൻ ക്ഷമതയില്ലാത്ത, മിടുക്കില്ലാത്ത, പ്രതിഭയില്ലാത്തവരെയാണോ കൊണ്ടുവന്നിരിക്കുന്നത് എന്നതാണ് ചോദ്യം. വിദേശ താരങ്ങൾ, അങ്ങനത്തെ വിദേശ താരങ്ങളെ എന്തിനാണ് കൊണ്ടുവരുന്നത് എന്ന് IM വിജയൻ ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മൊത്തം എന്നാൽ പിന്നെ 2 വിദേശ താരങ്ങളും വേണ്ടിയിരുന്നില്ല. മൊത്തം ഇന്ത്യൻ ടീമിനെ, ഇന്ത്യക്കാരെ മാത്രം പരീക്ഷിച്ച് ഇന്ത്യൻ ടീമിനെ മാത്രം ഇന്ത്യൻ ടീം എന്ന നിലയിൽ ഇറക്കാമായിരുന്നില്ലേ? എന്നാൽ അത് കുറേയും കൂടി ആരാധകർക്ക് ആശ്വാസമായേനെ എന്ന് വിജയൻ പറയുന്നു. ഈ വിദേശ കളിക്കാരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഉപയോഗിക്കണ്ടേ? അവരെ ബെഞ്ചിലിരുത്തിയിട്ട് എന്താണ് കാര്യം? ആവശ്യത്തിന് വിദേശ താരങ്ങളെ ഉൾപ്പെടുത്താമെന്ന് നിയമം പറയുന്ന സൂപ്പർ ലീഗിലെ, ഇന്ത്യൻ സൂപ്പർ ലീഗിലെ നിയമം പറയുന്നത് അത്ര പോലും ഉൾപ്പെടുത്താത്തത് എന്തുകൊണ്ടാണ്? എന്താണ് കോച്ചിന് വിദേശ താരങ്ങളിൽ വിശ്വാസമില്ലാത്തത് എന്തുകൊണ്ടാണ് എന്നൊരു വലിയ ചോദ്യം IM വിജയൻ ഉയർത്തുന്നുണ്ട്. അത് ചെറുതല്ല. നിങ്ങൾ വിദേശ താരങ്ങളെ കൊണ്ടുവന്നാൽ അവരെ ടീമിൽ ഉൾപ്പെടുത്താൻ എന്താണ് ഇങ്ങനെ ഈ നിലയിലുള്ള കാര്യങ്ങൾ? ഇനി ആകെ 13 കളിയാണ് ലീഗിലുള്ളത്. അതിൽ 5 കഴിഞ്ഞു. ആകെ ഒരു പോയിൻ്റാണുള്ളത്. ഇനി 8 കളിയാണുള്ളത്. ഇതെങ്കിലും മെച്ചപ്പെട്ട നിലയിൽ കളിച്ച് ഒരു മാനത്തോടെ, അഭിമാനത്തോടെ പോരാവുന്ന ഒരു പൊസിഷൻ, ഒരു പോയിൻ്റ് നിലയിലെങ്കിലും എത്തണം എന്നാണ് IM വിജയൻ പറയുന്നത്. അതിന് ഡേവിഡ് കറ്റാൽ ഇനിയെങ്കിലും കൃത്യമായൊരു കോമ്പിനേഷൻ എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി പരീക്ഷിച്ചുകൊണ്ടിരിക്കരുത്. കൃത്യമായി സ്ഥിരതയുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടാകണം എന്നാണ് IM വിജയൻ മലയാള മനോരമ പത്രത്തിൽ തൻ്റെ കോളത്തിൽ പറയുന്നത്.